അല്ലമീൻ എന്ന് നബി തങ്ങളെ വിളിച്ച പേരാണല്ലോ. ആ പേരാണ് ഈ മക്കളും ഇട്ടിരിക്കുന്നത്. ഇവർ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ്. പടച്ചവനെ, നബിദിനം വന്നപ്പോ വൃദ്ധസദനത്തിൽ ചെന്ന് ചോറ് വെച്ചിട്ട് ആരാരുമില്ലാതെ കിടക്കുന്ന അമ്മമാർക്ക്, അച്ഛന്മാർക്ക് ഭക്ഷണം കൊണ്ട് കൊടുത്തടോ. ഞാനും ഇവരുടെ കൂടെ ഒരിക്കൽ പോയപ്പോ ഒരമ്മ എന്നോട് ചോദിച്ചു, മോനെ ഇത്തിരി ചോറ് വാരിത്തരുമോ? അവരുടെ കൂടെ ഇവരെ റമളാനിന് നബിദിനത്തിന് ഒരു ആശ്രമം ഇവിടുത്തെ ഒരു വൃദ്ധസദനത്തിൽ ചോറ് വെച്ചു കൊടുത്തു. ഇന്ന് എനിക്ക് മറക്കാൻ പറ്റൂല. ഒരു അമ്മ എന്നോട് ചോദിച്ചു, മോനെ ഇത്തിരി വാരിത്തരുവോ? എനിക്ക് മടിയായിരുന്നടോ. നമ്മളൊരാൾക്ക് ചോറ് വാരി കൊടുക്കാന്ന് വെച്ചാൽ അത്ര എളുപ്പമല്ലല്ലോ. അവർ പറഞ്ഞു, ഇത്തിരി വാരിത്തരുവോ? ഞാൻ ഒന്ന് മടിച്ചപ്പോ അമ്മ എന്നെ വിളിച്ചു, മോനെ ഒന്ന് വാരിത്തരാൻ. ബറക്കത്ത് ചോദിക്കാൻ പറഞ്ഞ മാസമാ. അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. ആമീൻ പറ. ബറക്കത്ത് വേണമെന്നുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്ക്. കാക്കാന് ബറക്കത്ത് ഇതുവരെ എന്താന്ന് തിരിഞ്ഞിട്ടില്ല, അതാ വെക്കാത്തെ. ചിലർക്ക് ബറക്കത്ത് എന്താന്ന് പോലും അറിയില്ല. ഇവിടെ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങോട്ട് നോക്കിയാ, ബറക്കത്ത് എന്ന് പറഞ്ഞാൽ കരിവ ടൗണിൽ അല്ലെങ്കിൽ അഞ്ചാരിമൂട്ട് ടൗണിൽ 10 സെന്റ് സ്ഥലം കിട്ടലാണ് ബറക്കത്ത്, അല്ലെങ്കിൽ 2 നില വീട് കിട്ടലാണ് ബറക്കത്ത്, പൈസ കിട്ടുന്ന കിട്ടലാണ് ബറക്കത്ത്. അല്ല, ബറക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ? പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറയാം. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഹംദക്കിൽ കിടങ്ങു കുഴിക്കുക. കൈ താഴ്ത്തിയിരുന്ന മക്കളെ, ഹംദക്കിൽ കിടങ്ങു കുഴിച്ചുകൊണ്ടിരിക്കുക. ഈ കിടങ്ങു കുഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സഹാബത്ത് മുഴുവനും പട്ടിണിയില്ല. വല്ലതും കഴിച്ചിട്ട് ദിവസങ്ങളായി. വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിരിക്കുക പാപങ്ങള്. അപ്പൊ ഇവരെല്ലാം സങ്കടമായി, വലിയ പ്രയാസമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ സഹാബത്ത് ചെന്നിട്ട് കമീസ് പൊക്കിയിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തു, നബിയെ, വിശപ്പ് സഹിക്കാൻ പറ്റാതെ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ടാണ് ഞങ്ങൾ നിൽക്കണത്. ഇവരെ എന്നാ പറഞ്ഞിട്ട് സമാധാനിപ്പിക്കാനാ നബി തങ്ങൾ? എന്ത് പറഞ്ഞിട്ടാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ കമീസ് പൊക്കി കാണിച്ചു കൊടുത്തു. 2 കല്ല് കെട്ടി വെച്ചിരിക്കുന്നു മഹാനായ നബിയുനാ റസൂലുള്ളാഹി. എല്ലാരും ഒരു കല്ല് വെച്ച് കെട്ടിയിരിക്കുന്നു, നബി തങ്ങൾ 2 കല്ല് കെട്ടി വെച്ചിരിക്കുക. കല്ല് വയറ്റി കെട്ടിയ വിശപ്പ് മാറുവോ? വിശപ്പ് മാറുവോ? കാക്കന്മാർ ഇങ്ങോട്ട് നോക്കിയേ, വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയ വിശപ്പ് മാറുവോ? നമുക്കാർക്കും അറിയത്തില്ല. അതാണ് എൻ്റെ സത്യം. അറിയുവോ എന്ന് ഞാൻ ഉദാഹരണം ചോദിക്കട്ടെ. നമ്മുടെ വാപ്പായിക്ക് ഈ അരയെ കെട്ടുന്ന ഒരു പച്ച ബെൽറ്റ് ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നോ? ഇല്ലേ? വാപ്പമാർക്കില്ലായിരുന്നോ? എന്താ, പൈസ സൂക്ഷിക്കാനുള്ളതായിരുന്നോ? അല്ല. വാപ്പ അതങ്ങട്ട് മുറുക്ക കെട്ടിക്കഴിഞ്ഞാൽ വാപ്പ നേരെ നിൽക്കും. വയറ് നിറച്ചൊന്നും കഴിച്ചിട്ടില്ലെങ്കിലും ആ ബെൽറ്റിന്റെ പവറിൽ വാപ്പ നടക്കുമായിരുന്നു. അപ്പൊ ആ ബെൽറ്റിന് എത്ര പവർ ഉണ്ടെങ്കിൽ കല്ലിനും പവർ ഉണ്ടെന്ന് അതിനർത്ഥം. അപ്പൊ നബിതങ്ങൾ ഇങ്ങനെ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിരിക്കുന്ന കണ്ടപ്പോ സഹാബത്ത് കരയാൻ തുടങ്ങി. മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു ആണെന്ന് തോന്നുന്നു, സഹാബി. ജാബിർ റളിയല്ലാഹു തആല അൻഹു കരഞ്ഞുകൊണ്ട് വീട്ടിൽ പോയിട്ട് ഭാര്യയോട് ചോദിച്ചു, ഡീ, നബിതങ്ങൾ വയറ്റിൽ കല്ലും വെച്ച് കെട്ടിയിട്ട് നിൽക്കുക, വിശന്ന് ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി, വല്ലതും കഴിക്കാനുണ്ടോ? ഭാര്യ പറഞ്ഞു, ഒരിത്തിരി മാവുണ്ട്, ഒരിത്തിരി ഇറച്ചിയുണ്ട്, എന്നാ നീ റെഡിയാക്ക്, ഞാൻ പോയി നബിതങ്ങളെ വിളിച്ചുകൊണ്ട് വരാം. മഹാനായി ജാബിർ റളിയല്ലാഹു തആല നബിതങ്ങളുടെ അടുത്ത് പോയി. സഹാബത്തുണ്ട്, എല്ലാരും ഉണ്ട്. ഈ സഹാബി പതുക്കെ നബിതങ്ങളുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, നബിയെ, എൻ്റെ വീട്ടിൽ ഇത്തിരി മാവും ഇത്തിരി ഇറച്ചിയുണ്ട് നബിയെ, വാ നബിയെ പോയി കഴിക്കാം, ഭക്ഷണം ഉണ്ടോ? ഉണ്ട് നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊരൊറ്റ വിളി, സഹാബാ എല്ലാരും വാ, ജാബിറിന്റെ വീട്ടിൽ ഭക്ഷണം ഉണ്ട്, എല്ലാരും വരാൻ. ഈ സഹാബി പറഞ്ഞു, നബിയെ, 3 പേർക്ക് തിന്നാനുള്ളതേ ഉള്ളൂ, 3 പേർക്ക് കഴിക്കാനുള്ളതേ ഉള്ളൂ. നബിതങ്ങൾ ചോദിച്ചു, ഇറച്ചി എന്ത് ചെയ്തിട്ടുണ്ട്? അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, മാവോ കുഴയ്ക്കാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഞാൻ വരാതെ തുടരുത്, അവിടെ ഇരിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹംദക്കിൽ നിന്ന് സഹാബത്തിനെ മുഴുവനും വിളിച്ചു, വാ, എല്ലാത്തിനെയും വിളിച്ചുകൊണ്ട് പോയി. നബിതങ്ങൾ റൊട്ടി ചപ്പാത്തി ചുടാൻ തുടങ്ങി, ഇറച്ചിക്കറി കോരിക്കൊടുക്കാൻ തുടങ്ങി. 10 എണ്ണം വിരുന്നു കഴിച്ചിങ്ങനെ പോയി. 80 പേരും കഴിച്ചു, 80 സ്വഹാബത്തും കഴിച്ചു. പിന്നെയും ബാക്കി വന്നു. ഇതാണ് ബറക്കത്ത്. അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അതാണ് കരുവപ്പള്ളിയിൽ നേർച്ചയ്ക്ക് ചോറ് വെക്കുമ്പോൾ ഉസ്താദ് വന്നിട്ടൊന്ന് തുടങ്ങത്തില്ലേ? എന്നാടാ, കരുവപ്പള്ളിയിൽ ചോറ് വെക്കത്തില്ലേ? ജീലാനീനത്തിനെപ്പ ആണ്ട് നേർച്ചയ്ക്ക് നല്ല ആടൊക്കെ അല്ലേ? ആടൊക്കെ വെക്കാതെ ഉസ്താദല്ലേ, അപ്പൊ തങ്ങളല്ലേ വന്ന് തുടങ്ങുന്നേ. എന്താ
അതൊരു ബർക്കത്താടോ, അതൊരു ബർക്കത്താ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് ബർക്കത്ത്. അല്പമേ ഉള്ളെങ്കിലും അള്ളാഹു അത് നിലനിർത്തി തരും, അതിൽ ബർക്കത്ത് ചെയ്യും. അള്ളാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ, അള്ളാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. അത് പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുന്നതല്ല, പടച്ച റബ്ബ് തരണം. അത് അള്ളാഹു തരേണ്ട ഒരു കാര്യമാണ്. അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, തെറ്റ് കണ്ടാ തിരുത്തണം, തെറ്റ് കണ്ടാ തിരുത്തണം. അത് ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും. ഞാൻ പറഞ്ഞു, ജന്നത്തുൽ ബഖീൽ ഇങ്ങനെ ചെല്ലുമ്പോ നടന്നു പോകാം. നടന്ന് മധ്യഭാഗത്ത് ചെല്ലുമ്പോൾ കല്ലുകളൊക്കെ വെച്ച് അലങ്കരിച്ച് അടയാളം വെച്ച ഒരു കബറ് കാണാം. ഇപ്പൊ കബറൊക്കെ ഇങ്ങനെ പൊങ്ങുമ്പോ ചിലർക്ക് വലിയ ടെൻഷനാ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്നാ മദീനത്ത് ചെല്ലുമ്പോ ഇങ്ങനെ സെൻട്രൽ ഒരു കബറ് കാണാം, പ്രത്യേകമായി അടയാളം ചെയ്തൊരു കബറ്. ചിലപ്പോ ഒരു പോലീസുകാരൻ കാണും. ധാരാ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബറാണ്. ആരാ ഉസ്മാൻ തങ്ങൾ എന്നറിയുമോ? ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഖലീഫയാണ്. ഖലീഫയായിരിക്കുമ്പോൾ ഒരു ഭർത്താവ് ആരാകണമെന്ന് ഉദാഹരണം പറയുകയാണ്. ഒരു ഭർത്താവ് എങ്ങനെയാണ് ഭാര്യയോട് പെരുമാറേണ്ടതെന്ന് പറയുകയാണ്. ഉസ്മാൻ തങ്ങൾ മൂന്നാമത്തെ ഖലീഫയാണ്. ഭരണം നടത്തുമ്പോൾ വലിയ പ്രതിസന്ധി കടന്നു വരികയാണ്. പടച്ചവനെ, ഉസ്മാനത സഹാബത്ത് മുഴുവനും ഹജ്ജിന് പോയി. സഹാബാക്കളുടെ ഹജ്ജിന് പോയ സമയത്ത് അന്യനാടുകളിൽ നിന്ന് ശത്രുക്കളെ കടന്നു വരികയാണ്. 600ഓളം വരുന്ന ശത്രുക്കൾ മദീനത്ത് വന്നു. ഉസ്മാൻ തങ്ങളുടെ വീട് വളയുകയാണ്. പുറത്തിറങ്ങാൻ പറ്റില്ല, നിസ്കരിക്കാൻ വിടുന്നില്ല, രാജ്യകാര്യം നോക്കാൻ വിടുന്നില്ല, തടങ്കലിൽ വെച്ചിരിക്കുകയാണ്. ഒരാളെ അകത്തേക്കും വിടുന്നില്ല, ഉസ്മാൻ തങ്ങളെ വെളിയിലേക്ക് വിടുന്നില്ല. വെള്ളിയാഴ്ച ജുമഅയ്ക്ക് പോലും വിട്ടില്ല. അങ്ങനെ ഉസ്മാൻ തങ്ങൾ വീടിനകത്ത് കുളിച്ചൊരുങ്ങിയിട്ട് നിസ്കരിച്ചിട്ട് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ ശത്രുക്കൾ വീട് തീയിട്ട്, വാതിലിന് തീയിട്ട് നശിപ്പിക്കുകയാ. എന്നിട്ട് വീടിനകത്തേക്ക് ഇരച്ചു കയറി ഉസ്മാൻ തങ്ങളെ വെട്ടുകയാണ്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടിരുന്ന ഉസ്മാൻ തങ്ങളെ വെട്ടുകയാ, താടിയിൽ പിടിക്കുകയാ. ഉസ്മാൻ തങ്ങളുടെ ശരീരത്തിലേക്ക് വാളുകൊണ്ട് വെട്ടുമ്പോ തന്റെ ഭാര്യയായ നായില ബീബി റളിയല്ലാഹു തആല അൻഹാ, തന്റെ പ്രിയപ്പെട്ട ഭാര്യ തന്റെ ഭർത്താവിനെ കണ്ണിന്റെ മുമ്പിലിട്ട് വെട്ടി നുറുക്കുന്നത് കണ്ടപ്പോ പേടിച്ച് നിലവിളിച്ചുകൊണ്ട് ചാടി എഴുന്നേൽക്കുകയാ. തന്റെ ഭർത്താവിനെ കണ്ണിന്റെ മുമ്പിലിട്ട് വെട്ടി നുറുക്കുമ്പോ അതാ നായില എന്ന് പറയുന്ന ഭാര്യ അവിടുന്ന് ചാടി എഴുന്നേൽക്കുകയാണ്, ചാടി എഴുന്നേൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, നായില ബീബി ചാടി എഴുന്നേറ്റപ്പോ തലയിലിട്ടിരുന്ന തുണിയൊന്ന് പുറകിലേക്ക് മാറുകയാ, തലയിലിട്ടിരുന്ന തുണിയൊന്ന് പുറത്തേക്ക് മാറുകയാ. നായില ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ഒരൽപ്പം തലമുടി മുമ്പിലേക്ക് വീണു. തന്റെ തലയിൽ അല്പം മുടി പുറത്തു വീണ് നായില പേടിച്ച് വിറച്ചു നിൽക്കുമ്പോ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു മരണത്തോട് മല്ലടിക്കുകയാണ്, വെട്ടി നുറുക്കുകയാണ്. ഉസ്മാൻ തങ്ങൾ വിളിക്കുന്നു, നായില, നായില, എന്റെ കാര്യം വിട്ടേക്ക് നായില, എന്റെ കാര്യം നീ വിട്ടേക്ക്. ഇവരെന്ത് ചെയ്താലും എനിക്ക് പേടിയില്ല. നീ പേടിക്കല്ലേ നായില, നീ പേടിക്കല്ലേ നായില. ഇവരെന്നെ എന്ത് ചെയ്താലും നീ പേടിക്കരുത്. പിന്നെ എനിക്ക് പേടി എന്തെന്നറിയോ നായില? നിന്റെ മുടി പുറത്ത് കിടക്കുന്നു നായില, നിന്റെ തലമുടി പുറത്ത് കിടക്കുന്നു നായില. അത് നിന്റെ ഔറത്താ നായില. അന്യ പുരുഷന്മാര് നിന്റെ ഔറത്ത് കാണുന്നു നായില. ഹിജാബിട് നായില, ഹിജാബിട് നായില. മരിക്കാൻ കിടക്കുന്ന സമയത്ത് തന്റെ കണ്ണിന്റെ മുമ്പിലിട്ട് ഭർത്താവിനെ വെട്ടി നുറുക്കുന്നത് കണ്ടിട്ട് പേടിച്ചിട്ട് ചാടി എഴുന്നേറ്റപ്പോ ഒരു മുടി പുറത്തേക്ക് വീണു. അപ്പോഴാണ് ഭർത്താവ് പറയുന്നത്, നിന്റെ ഔറത്ത് ഇവര് കാണുന്നു, അതാണ് എനിക്ക് പേടി, അല്ലാതെ ഇവരെന്നെ കൊല്ലുന്നതിലല്ല. അതുകൊണ്ട് ഹിജാബ് ധരിക്കുന്നു. സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തന്റെ ഭർത്താവിനെ കണ്ണിന്റെ മുമ്പിലിട്ട് വെട്ടി നുറുക്കുമ്പോ നിലവിളിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റു.
ആ എഴുന്നേറ്റപ്പം എന്ത് ചെയ്തു? തലയിലിട്ടിരുന്ന തുണി ഒന്ന് പുറകിലേക്ക് മാറിയിട്ട് ഒരല്പം മുടി പുറത്തു കണ്ടു. മരിക്കാൻ കിടക്കുന്ന ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഭാര്യയെ വിളിക്കുന്നിടീ നായില, എന്റെ കാര്യം വിട്ടേരെ, എനിക്ക് പേടിയില്ല, നീയും പേടിക്കണ്ട. പക്ഷെ എനിക്ക് പേടി എന്താ? നിന്റെ ഔറത്ത് ഇവര് കാണുന്നു, നിന്റെ തലമുടി അന്യപുരുഷന്മാര് കാണുന്നു. അള്ളാനെ എനിക്ക് പേടിക്ക്, മുടി മറയ്ക്ക്, തലമറയ്ക്ക്. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഇതാണ് ഭർത്താവ്, ഇതായിരിക്കണം ഭർത്താവ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളോട് പറയുന്നു, നീ മരിച്ചാൽ നല്ലവനാണെന്ന് സാക്ഷി പറയേണ്ട രണ്ടാമത്തെ ആള് നിന്റെ ഭാര്യ തന്നെയാണ്. അള്ളാഹു പറയിപ്പിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു പറയിപ്പിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ, ഉറക്കപ്പുറം അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. 11 മണിക്ക് ചവിട്ടാന്ന് പറഞ്ഞ് ഇപ്പം 11:10 11 മണിക്ക് നിർത്താന്ന് പറഞ്ഞ ഇപ്പൊ 11 മണി കഴിഞ്ഞു, 10 മിനിറ്റ് കൂടുതലായി. അള്ളാഹു പുറത്തുരുമാറാകട്ടെ, അള്ളാഹു പുറത്തുരുമാറാകട്ടെ. എങ്ങനാ ഇരിക്കുന്നോ നിർത്തണോ? പറയണോ നിർത്തണോ? ഇരുന്നാ ഒരെണ്ണം കൂടെ പറയാം, ഇല്ലെങ്കിൽ ദുആ ചെയ്യാം. എന്തു വേണം ഓപ്ഷൻ? ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്ക്. പൈസ ചോദിക്കുമ്പോൾ ഇവിടെ തന്നെ കാണണം കേട്ടാ. പിരിവിൻ്റെ സമയത്ത് ഓടിയേക്കരുത്. ഈ ആത്മാർത്ഥം അപ്പോഴും കാണണം. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അതൊന്നും കാര്യമില്ലടോ. അതല്ല പിരിവെന്നൊക്കെ പറയും, നമുക്ക് പേടിയാടോ. ഇതിന് അതൊക്കെ അല്ല. അള്ളാഹുവിൽ തവക്കലേൽപ്പിക്ക്, അള്ളാഹുവിൽ നമ്മൾ പരമേൽപ്പിക്കുന്നവരാകണം. അള്ളാഹു ഖുർആനിൽ പറഞ്ഞില്ല അള്ളാഹുവിനോട് തവക്കലേൽപ്പിക്കാൻ. രണ്ടും കൽപ്പിച്ചെങ്കിൽ ഇറങ്ങാം, അള്ളാഹിനെ ഏൽപ്പിക്കാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 3 ഒരാളെ കൂടെ പഠിപ്പിക്കാം. മഹാനായ നബിയുനാ റസൂലുള്ളാഹി ബനൂ മുസ്തലഖ് യുദ്ധം കഴിഞ്ഞു. ബനൂ മുസ്തലഖ് യുദ്ധം കഴിഞ്ഞ് നബിതങ്ങളും സ്വഹാബത്തും തിരിച്ചു വരിക. യുദ്ധത്തിന്റെ പ്രത്യേകത, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നബിതങ്ങളുടെ കൂടെയുണ്ട്. അപ്പൊ യുദ്ധം കഴിഞ്ഞ് ഇങ്ങനെ മടങ്ങി വരുമ്പോൾ യാത്രയാണ്, പല പല ആവശ്യങ്ങളുമുണ്ട്, മലമൂത്ര വിസർജനമൊക്കെ നടത്തണം. അപ്പൊ നബിതങ്ങളും സ്വഹാബത്തും ഒരു സ്ഥലത്ത് നിന്നു. അപ്പൊ ആയിഷ ബീബി പെണ്ണ് കൂടെ ഉണ്ടല്ലോ, നബിതങ്ങൾ പറഞ്ഞു പെണ്ണുങ്ങൾ പോകട്ടെ. അങ്ങനെ ആയിഷ ബീബി റളിയല്ലാഹു തആല ഇറങ്ങിപ്പോയി തന്റെ ആവശ്യം പൂർത്തീകരിക്കാൻ. എന്നിട്ട് ആയിഷ ബീബി റളിയല്ലാഹു തആല തിരിച്ചു വന്നു. എല്ലാവരും കണ്ടു, വാഹനത്തിൽ കയറി. നബിതങ്ങൾ പറഞ്ഞു ഇനി ആണുങ്ങൾ പോകാൻ. അങ്ങനെ ആണുങ്ങളൊക്കെ പോയി. എല്ലാവരും അവരവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് തിരിച്ചു വരാൻ തുടങ്ങി. ആയിഷ ബീബി റളിയല്ലാഹു തആല അപ്പോഴാണ് മനസ്സിലാക്കുന്നത് തൻ്റെ കഴുത്തിൽ കിടന്ന മാല കാണുന്നില്ല, പോയി. അപ്പൊ ആയിഷ ബീബിക്ക് മനസ്സിലായി ഞാൻ പോയ സ്ഥലത്താണ് നഷ്ടപ്പെട്ടത്. ആയിഷ ബീബി ആരോടും പറഞ്ഞില്ല, ഓടിപ്പോയി എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോക്കളഞ്ഞു. എളുപ്പം പോയി എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് ആയിഷ ബീബി റളിയല്ലാഹു തആല ഇറങ്ങിപ്പോയി. ആയിഷ ബീബി പോയത് ആരും കണ്ടില്ല. ആയിഷ ബീബി റളിയല്ലാഹു തആല മാല തിരഞ്ഞിട്ട് അങ്ങോട്ട് പോയി. സഹാബത്ത് മുഴുവനും കയറി. ആയിഷ ബീബി ഉണ്ടെന്നുള്ള ധാരണയിൽ നബിതങ്ങളും സ്വഹാബത്തും യാത്ര തുടർന്നു. ആയിഷ ബീബി റളിയല്ലാഹു തആല മാലയുമായിട്ട് തിരിച്ചു വന്നപ്പോൾ നബിതങ്ങളും ഇല്ല, സ്വഹാബത്തും ഇല്ല. എന്ത് ചെയ്യണമെന്നറിയില്ല, ഇരുന്ന് കരയാൻ തുടങ്ങി. അങ്ങനെ ഒറ്റയ്ക്ക് ആരാരുമില്ലല്ലോ. മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല ഇരുന്ന് കരയുകയാ. അപ്പോഴാണ് സഫ്വാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ സ്വഹാബി ഇങ്ങനെ വരികയാണ്. തന്റെ ഒട്ടകപ്പുറത്ത് ഇങ്ങനെ കടന്നു വരികയാ. എന്താണ് ഈ സ്വഹാബി പുറകിൽ വരാനുള്ള കാരണമെന്നറിയുവോ? കളഞ്ഞു പോകുന്ന സാധനം എടുത്തുകൊണ്ടുവരാൻ നബിതങ്ങൾ പറഞ്ഞു നിർത്തിയ സ്വഹാബിയാ. അതുകൊണ്ടാണ് ഏറ്റവും പുറകിൽ വരുന്നത്. അതാ സഫ്വാൻ തങ്ങൾ നോക്കുമ്പോ ഹിജാബ് ധരിച്ചുകൊണ്ട് പടച്ചവരെ ഒരു പെണ്ണിരുന്ന് കരയുകയാണ്. ആരാണെന്നറിയില്ല, ആരാണെന്നറിയില്ല. സഫ്വാൻ തങ്ങൾ ചോദിക്കുന്നു, ആരാ നിങ്ങൾ, ആരാ? സഫ്വാൻ തങ്ങൾ ചോദിക്കുമ്പോ അവിടെന്ന് പറഞ്ഞു, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മഹദി ആയിഷ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ. ഞാൻ ആയിഷയാണ്, നബിതങ്ങളുടെ ഭാര്യയായ ആയിഷയാണ്. അല്ലാഹുവേ, ഇന്നാ ലില്ലാഹി ഇന്നാ ലില്ലാഹി
സഫ്വാൻ തങ്ങളെ ചാടിയിറങ്ങി. എന്താണെന്ന് പോലും തിരക്കിയില്ല. കേറുമ്മ, ഈ വാഹനത്തിന്റെ മുകളിലേക്ക് കേറുമ്മ, കയറ് പിടിച്ചിട്ട് ഈ സഫ്വാൻ നടക്കാ. അങ്ങനെ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വാഹനത്തിന്റെ മുകളിൽ കയറുകയാണ്. അതാ സഫ്വാൻ എന്ന് പറയുന്ന സ്വഹാബി കയറ് പിടിച്ചുകൊണ്ട് മുമ്പിൽ നടക്കുകയാ. പടച്ചവനെ, നബിതങ്ങളും സ്വഹാബത്തും ഒരുപാട് സഞ്ചരിച്ചു കഴിഞ്ഞപ്പോഴാണ് ആയിഷയില്ലെന്ന് മനസ്സിലാകുന്നത്. വലിയ ടെൻഷനായടോ. എല്ലാവരും യാത്ര നിർത്തുകയാണ്.